ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണത്തിന് പോവാണ്. പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കൊടുത്തിട്ടൊക്കെയാണ്. കൊടുത്തതൊന്നും ശരിയായിട്ടൊന്നുമില്ല. എനിക്ക് സാരി കൊടുക്കാൻ ഈ ഒരു കണ്ടീഷൻ അല്ലാത്ത ഇതിന് മേലെ സൗന്ദര്യത്തിൽ കൊടുക്കാനൊന്നും എനിക്കറിയില്ല. പിന്നെ ബ്യൂട്ടി പാർലറൊക്കെ പോകണം. ഞാനൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്താ പറയുക, ഇറങ്ങിയപ്പോൾ ഇടാൻ വരാൻ മറന്നുപോയി. സാധാരണ ഇടണ ഒരു ചെയ്യിട്ടിട്ടാണ് വന്നിരിക്കണത്. അതെന്നെ ഇടാൻ മറന്നുപോയി. അത് ഇടാൻ നിൽക്കണേന് തിക്കും തിരക്കൊക്കെ ആയിരുന്നു ഫുള്ള്. പക്ഷെ സാരി കൊടുത്തിട്ടും ഒക്കെ ആയിട്ട് ലേറ്റായി പറഞ്ഞിട്ട് കല്യാണത്തിന് പോകുമ്പോൾ കെട്ട് കാണണ്ടേക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ഭയങ്കര ബഹളം. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പം സാധാരണ നമ്മൾ പോണ പോലെയാണ് ഇപ്പം പോണത്. സാരി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. പരമാവധി ചൂടുള്ള ദിവസം തന്നെയാണ്. ഇന്നലെ ഒരു ചെറുതായിട്ട് മഴ ചാറിയിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ പക്ഷേ ഇന്ന് ഭയങ്കര ചൂടായിട്ടാണ് ഇരിക്കണത്. പിന്നെ വേറെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. എന്താ പറയുക, ഇതെൻ്റെ ഈ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം, എൻ്റെ നാട്ടുകാരിയുടെ കല്യാണമാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ, അതായത് ഞങ്ങൾ ഒരു 2 വീട് അപ്പുറപ്പുറമായിട്ട് താമസിച്ചിരുന്നവരാണ്. എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ വീട് ആയിരുന്നത്. ഇപ്പം എല്ലാവരും അവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് പിന്നെ അവളെ കല്യാണം കഴിച്ചു കൊടുത്തതും പാലക്കാട്ടേക്ക്, എന്നെയും കല്യാണം കഴിച്ചു കൊടുത്തതും പാലക്കാട്ടേക്കാണ്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മകളുടെ കല്യാണമാണ്. അപ്പോൾ ചേച്ചീനെ ഇവിടെ കല്യാണം ഇവിടെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വർഷങ്ങളായി ഞാനിപ്പോൾ അവരെ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ജയനെ ഞാൻ കണ്ടിട്ടില്ലേ. അവളെ കല്യാണത്തിന് മുമ്പ് കല്യാണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയം മാത്രമാണ്. ഞാൻ കല്യാണത്തിന് എനിക്ക് എന്തോ അവിചാരിതമായിട്ട് എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഞാൻ അന്ന് സത്യസായി സേവാ ഓർഗനൈസേഷനിൽ വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ എന്തോ ഒരു പുട്ടപർത്തിയിലേക്ക് എന്തോ പോയിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് അവളുടെ കല്യാണത്തിന് എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. എന്നെ കാണാൻ വേണ്ടി അവളെ കെട്ടിയോനും കൂട്ടിയിട്ട് പല പ്രാവശ്യം വീട്ടിലേക്ക് വന്നിട്ടും എന്നെ കാണാൻ സാധിച്ചില്ല. പലപ്പോഴും അവൾ വരണേക്കാൾ തൊട്ട് മുമ്പ് അന്ന് ഫോൺ വിളിച്ചിട്ട് വരുന്ന പരിപാടിയൊന്നുമില്ല, മൊബൈലൊന്നും ഇല്ല, ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് അവള് വിളിക്കുമ്പോൾ വിളിക്കാറില്ല. അവള് സാധാരണ അതിലെ പോകുന്ന വഴിക്ക് എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വേണം അവരുടെയൊക്കെ വീട്ടിലേക്ക് പോകാനായിട്ട്. അവർ വരും എന്നല്ലാതെ ഇങ്ങനെ വിളിക്കാറില്ലായിരുന്നു. അപ്പോൾ അവള് വന്നിട്ട് ഇതേവരെ ഞാൻ അവളെ കെട്ടിയോനെയും കണ്ട് 2 കുട്ടികളായി ഒക്കെ ആയി. ഞാൻ ഇന്നേ വരെ അവരെ കണ്ടിട്ടുമില്ല, ഒന്നും സംസാരിച്ചിട്ടൊന്നും. അപ്പോൾ ഫോണിലൂടെ വർഷങ്ങൾക്ക് ശേഷം എന്നെ പരിചയമുള്ള വേറെ ആരെയും കണ്ട് എൻ്റെ ഫോൺ നമ്പറൊക്കെ എങ്ങനെയൊക്കെയോ മേടിച്ച് അവിടെ എന്നെ കോണ്ടാക്ട് ചെയ്യായിരുന്നു. അങ്ങനെ ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ്. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. പണ്ട് നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ അവളുടെ ഡ്രസ്സുകൾ ഇട്ടിട്ട് പലപ്പോഴും പുറത്തു പോയിട്ടുണ്ട്. അവൾ എന്നെ അത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ ആവശ്യമായിരുന്നു പുട്ടപർത്തിയിലൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ആകെ 1 ജോഡിയോ 2 ജോഡിയോ നല്ല ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളാണ് എനിക്ക് മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ തന്നിരുന്നത്. അതുപോലെ മഞ്ജു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്. കാരണം ഒരുപാട് ആ ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ആയിരുന്നു. കുറച്ച് കൊല്ലങ്ങൾ വല്ലാണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുകയുണ്ടായി ഞങ്ങൾ. കുറച്ച് വർഷങ്ങൾ, അല്ലാതെ നമുക്ക് കഞ്ഞി കുടിക്കില്ല എന്ന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടല്ല പറയുന്നത്. കുറച്ച് വർഷങ്ങൾ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് ഞങ്ങൾ തമ്മിൽ. ഭയങ്കര അവളുടെ ഡ്രസ്സൊക്കെ എനിക്ക് പാകമായിരുന്നു. അത്രയും വണ്ണം കുറവായിരുന്നു ഞാൻ. ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാൻ നിങ്ങൾക്ക് അവളെ കാണിച്ചു തരാം. ഞാനിപ്പോ ഒരു പൊക്കായിട്ടൊക്കെയാണ്. അവള് വണ്ണം കുറഞ്ഞിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അവളുടെ മക്കളെയും ഭർത്താവിനെയും ഒക്കെ കാണിച്ചു തരാം. കൂടുതൽ കല്യാണത്തിന് പോകുന്നതിന്റെ വലിയൊരു സന്തോഷം. എൻ്റെ ഭർത്താവിനെ അവള് കണ്ടിട്ടില്ല, അവളെ കെട്ടിയവനെ ഞാൻ കണ്ടിട്ടില്ല, മക്കളെ കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് പരസ്പരം ഒന്ന് കൂടുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പൊ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എൻ്റെ കെട്ടിയവനും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒക്കെ കല്യാണമൊക്കെ കൂടാ. വർഷങ്ങളായി ഞാൻ ഒരു കല്യാണമൊക്കെ കൂടിയിട്ട്, നല്ലൊരു കല്യാണമൊക്കെ കൂടിയിട്ട് പഠിച്ചു പൊടിച്ച് റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസപ്ഷന് പോകാൻ സാധിക്കുമെന്നറിയില്ല. ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാം കൂടി ഉണ്ട്. പോവാൻ സാധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വേറെ വീഡിയോ ഇടാം കേട്ടോ. അത് അടിപൊളിയായിരിക്കും. ഈ കല്യാണ വീഡിയോയിലേക്ക് അങ്ങ് പോവേ നമുക്ക്. ഇതാണ് ജയ. ഇതാണ് ജയ. എന്താ പറയാ, ഇവളുടെ ചുരിദാർ ഞാട്ടിന്ന് പറയുമ്പോ എന്റെ വണ്ണം അത്രത്തോടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നോക്കി ഞങ്ങളുടെ പേര്
എന്ത് സന്തോഷമാണല്ലേ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ പരസ്പരം കണ്ടിട്ട്, ഒരു 15 വർഷത്തിന് മേലെയായി. അപ്പോൾ പിന്നെ ശ്രീജയുടെ മോളുടെ കല്യാണം, ശ്രീജ എന്ന് പറഞ്ഞാൽ ജയയുടെ ചേച്ചിയാണ് ശ്രീജ. അപ്പോൾ അങ്ങനെ നല്ല കല്യാണ മണ്ഡപം, നല്ല കാര്യങ്ങൾ. അപ്പോൾ എല്ലാ കുട്ടികളൊക്കെ വലുതായി. എന്നുവെച്ചാൽ ശ്രീജ ഞങ്ങളെക്കാളും കുറച്ചുകൂടി മുതിർന്നതാണ്. കറക്റ്റ് 18 വയസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞു ശ്രീജയുടെ. അപ്പോൾ അതും നമുക്ക് അവളെ അങ്ങനെ കാണുമ്പോഴേ, മോളുടെയും കല്യാണത്തിന് വന്ന, അമ്മയുടെയും കല്യാണത്തിന് വന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ സന്തോഷം. മോള് വലിയ മോളായി. അപ്പം കുട്ടികൾ വലുതാവുമ്പോഴാണ് നമ്മളെ കുറിച്ചൊക്കെ ഒന്ന് കുറച്ചുകൂടി ചിന്തിക്കുന്നത്. നമ്മളൊക്കെ ഇത്ര ഏജ് ആയോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ഇതാണല്ലോ. പിന്നെ ഒരുപാട് പരിചയക്കാരെയൊക്കെ കണ്ടു കേട്ടോ, ഒരുപാട് പരിചയമുള്ളവരെയൊക്കെ കണ്ടു. കാരണം നമ്മുടെ നൈബേഴ്സ് ആണല്ലോ, അപ്പോൾ അത്രയും നമുക്ക് പരിചയമുള്ളവരായിരിക്കുമല്ലോ കൂടുതലുണ്ടാവുക. അപ്പം അതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ കണ്ട് എല്ലാവരും മീറ്റ് ചെയ്ത് സന്തോഷമായിട്ടാണ് കേട്ടോ അവിടുന്ന് പോരാനായിട്ട് നോക്കുന്നത്. വെച്ചാൽ നമ്മൾ ഇറങ്ങിയിട്ടോ, ഊണൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വേഗം ഇറങ്ങി. ഇനി ഇപ്പോൾ പാർട്ടിക്ക് ചിലപ്പോഴേ വരാൻ പറ്റുള്ളൂ, ചിലപ്പോൾ വരും, ചിലപ്പോൾ വരുന്നില്ല റിസപ്ഷനെ. അപ്പോൾ വരാൻ പറഞ്ഞ നിർബന്ധമൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ കമ്മൽ ഞാൻ എക്സിബിഷൻ്റെ സമയത്ത് വാങ്ങിച്ചത് കേട്ടോ. എക്സിബിഷൻ ഹോസ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചില്ലേ, ആ കമ്മലാണ് ഞാൻ ഇട്ടത്. പിന്നെ ചെയ്യനിടാനായിട്ട് മറന്നു, ഞാൻ ചെയ്യനൊക്കെ ഇട്ടു. അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അങ്ങനെയൊക്കെയാണ് അലസമായിട്ടുള്ള ഒരു ആളായത് എന്ന് വിചാരിക്കരുത്. ഞാൻ ധൃതി പിടിച്ചിട്ട് ഇറങ്ങി പോന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആയതാണ്. അങ്ങനെ പിന്നെ എന്തുട്ടാ ഈ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് ലൈഫിലുള്ളത്. നമ്മൾ ഒരുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചറായിട്ട്. അപ്പോൾ അങ്ങനെയും ഞങ്ങൾ നല്ല സ്നേഹമുള്ളതാണ് കേട്ടോ. ജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. വെച്ചാൽ നല്ല സ്നേഹമാണ്, അവൾക്ക് നന്നായി എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളാണ് ജയ കേട്ടോ. അപ്പോൾ അതേപോലെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആള് കൂടുതലിങ്ങനെ ക്ഷീണിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആള് ഭയങ്കര വ്രതക്കാരിയാണ്. വ്രതങ്ങൾ കാര്യമായിട്ട് ഉപവാസങ്ങൾ എടുക്കും. വ്രതമല്ല, ഉപവാസമായിട്ടാണ് ആൾ എടുക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ക്ഷീണവും ഇതൊക്കെ തോന്നും. പക്ഷെ ആൾക്ക് ഒരു അസുഖങ്ങളും ഇല്ല. പാവം, അതായത് ഇങ്ങനെ ആകെ കൂടി ഒരു ക്ഷീണമായി പോയി അവൾക്ക്. പിന്നെ നല്ല എനർജറ്റിക് ആണ് കേട്ടോ, എല്ലാ കാര്യത്തിനും എല്ലാത്തിനും വേണ്ടി അവളിങ്ങനെ ഓടി നടക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു.